രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഇന്നലെ അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതിന്മേൽ ഇന്ന് 32ാമത്തെ കേസായിട്ടായിരുന്നു ഇന്ന് അപേക്ഷ പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആദ്യമേ തന്നെ രാഹുലിന്റെ കേസ് പരിഗണിച്ചു. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 32ാം ഐറ്റമായിട്ടായിരുന്നു അത് പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ സിറ്റിംഗ് തുടങ്ങിയ ഉടൻ തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യം അറിയിക്കുകയും തുടർന്ന് ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ കേക്കച്ചനും ഇടതുപക്ഷത്തിനും ഏറ്റ ആദ്യത്തെ അടിയാണ്. പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു മെറിറ്റും പരിഗണിക്കുന്നതിന് മുമ്പാണ് ഇപ്രകാരം ഒരു തിടുക്കപ്പെട്ട് ഇവന്മാർ രാഹുലിനെ പുറത്താക്കിയത്. രാഹുലിനെ പുറത്താക്കുക എന്ന ഒരൊറ്റ കൊട്ടേഷനായിരുന്നു ഈ ഇവിടുത്തെ സകല സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ഏറ്റെടുത്തത്. രാഹുലിനെ പുറത്താക്കി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കണ്ടോ അവന്മാർ ആവേശം കെട്ടടങ്ങി. അതിന്റെ ഒരു 10-1 ആവേശം പോലും ഇപ്പോൾ ഈ രാഹുലിനെ ജാമ്യം കിട്ടിയ കാര്യത്തിൽ ഇവന്മാർ കാണിക്കുന്നില്ല. ഇതിൽ നിന്നും ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരു കൊട്ടേഷനായിരുന്നു. രാഹുലിനെ തീർക്കുവാൻ, പ്രത്യേകിച്ച് ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കുവാൻ വേണ്ടി നടത്തിയ ഒരു കൊട്ടേഷനായിരുന്നു. ആ ജാമ്യ അപേക്ഷ ഇന്ന് ഇതാ ഹൈക്കോടതി പരിഗണിച്ച ഉടൻ തന്നെ ജുഡീഷ്യറി പോലും ഈ രാഷ്ട്രീയ നാടകത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ കണ്ട് നമ്മൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും അയാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനി ഈ കേസ് വിശദമായ വാദം കേൾക്കുവാൻ, ആന്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ വാദം കേൾക്കുവാൻ വേണ്ടി 15ാം തീയതി വെച്ചേക്കുകയാണ്. വളരെയേറെ സന്തോഷകരം. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏവർക്കും ഒരു സമാധാനം നൽകുന്ന ഒരു വാർത്തയാണിത്. രാഹുലിനെ അറസ്റ്റ് ചെയ്ത്, അതായത് ലക്ഷങ്ങൾ മുടക്കി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളുമായി നൂറുകണക്കിന് പോലീസുകാരാണ് രാഹുലിനെ തേടി നടക്കുന്നത്. രാഹുലിനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് നാണം കെടുത്തി കൊണ്ടുവരുന്നത് കാണിക്കുവാൻ വേണ്ടി ഇവന്മാർ പരക്കം പായുകയായിരുന്നു. എന്നാൽ അവന്മാർക്കേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ ഉത്തരവ്. രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് രാഹുലിന്റെ ആദ്യത്തെ വിജയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞത്, യാതൊരു കാരണവശാലും കീഴടങ്ങരുത്. ഇത് നീതി വേണ്ടി നിയമയുദ്ധം നമ്മൾ നടത്തണം. ആ നിയമയുദ്ധത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്തിമ വിജയം രാഹുലിന്റെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിന്റെ ആദ്യത്തെ അടി. പ്രിയമുള്ളവരെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഈ നാണം കെട്ട പണി കാണിച്ച, ഇന്നലെ നോക്കുക, പിണറായി വിജയൻ ഇന്നലെ ആവേശപൂർവ്വം വന്ന് ഓടി ഒളിക്കേണ്ടിയിരുന്ന വിജയൻ ഇന്നലെ വന്ന് മാധ്യമങ്ങളെ കാണുവാൻ അവസരമുണ്ടാക്കിയത് ഈ നാണം കെട്ട കേക്കച്ചനാണ്. രാഹുലിന്റെ വിഷയത്തിൽ എന്തോ ഇവന്മാർ മലർത്തി എന്നും പറഞ്ഞു വന്ന് വലിയ വാചകം അടിച്ചിട്ട് പോയി. ആ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ കേക്കച്ചന്റെ ഈ നടപടിയാണെന്ന് നമ്മൾ മറക്കരുത്. വളരെയേറെ സന്തോഷകാര്യം. മിഷൻ 250യുടെ ഈ 55ാം ദിനത്തിൽ ഇതാ രാഹുലിന് ആദ്യത്തെ വിജയം. രാഹുലിന് ഇതാ ഹൈക്കോടതിയിൽ നിന്നും വളരെ അനുകൂലമായ ഒരു വിധി ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല. ഇനി നിയമപരമായ യുദ്ധം ആരംഭിക്കുകയാണ്. ഇത് പൊളിച്ചെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ രാഹുലിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇവന്മാരുടെ അടിവേര് നമുക്ക് അറക്കാൻ പറ്റും. ഈ മിഷൻ 250യുടെ അവസാന ദിനം നമ്മൾ പറയുന്നു, ഇതിന് സകല കാരണക്കാരനായ കേക്കച്ചനെ അവന്റെ മണ്ഡലത്തിൽ തോൽപ്പിക്കുക. ഇത്തവണയും ഈ കോൺഗ്രസിനെ ഇത്രയും നാണം കെട്ട പണി കാണിച്ച ഇവന്മാരെ വീണ്ടും കരക്കിരുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാ ശശി തരൂരും കൃത്യമായ പണികൾ കൊടുത്തു തുടങ്ങി. ശശി തരൂരിനെയും ഇതുപോലെ ഇവന്മാർ ഒതുക്കാൻ ശ്രമിച്ച ശശി തരൂരും ഇവന്മാരുടെ അവസാന അടിയടിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെയേറെ സന്തോഷകരമായ വാർത്തയാണ്. അതുപോലെ തന്നെ എൻ്റെ കേസുമായി ബന്ധപ്പെട്ട എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ വേണ്ടി ഇവന്മാർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആന്റിസിപ്പേറ്ററി ബെയിലും ഇന്ന് കോടതി പരിഗണിക്കും. വിധി എന്തായാലും നമുക്ക് അതിനകത്ത് ഒരു വിഷമവുമില്ല. കാരണം നിയമപരമായി തന്നെ ഞങ്ങൾ മുന്നോട്ടും നിയമപരമായി ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവന്മാരുടെ വിരട്ട്, പ്രത്യേകിച്ച് ഈ വിജയന്റെ ചട്ടുകമായി മാറിയ ഈ കേക്കച്ചന്റെ ഈ പണിയൊന്നും ഇവിടെ ഏക്കത്തില്ല. അതിനൊന്നും ഞങ്ങൾ പുല്ല് വില പോലും കൊടുക്കത്തില്ല. ശക്തമായി തന്നെ ഏത് നിലയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയ ആ രീതിയിൽ തന്നെ തുടരും എന്ന് അറിയിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇത്രയും പ്രതിസന്ധികളിലും ഇത്രയും മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്ന് നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴും ആ വിശ്വാസം കൈവിടാതെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇത് ആദ്യത്തെ വിജയം. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.